ആലപ്പുഴ ചേർത്തലയിൽ 5 വയസ്സുകാരന് അമ്മയുടെ ക്രൂര പീഡനമെന്ന് പരാതി. കുഞ്ഞിന്റെ മുഖം അടിയേറ്റ് മുറിഞ്ഞു, കഴുത്തിലും മുറിവുണ്ട്. അമ്മ കഴുത്ത് ഞെരിച്ചെന്ന് കുഞ്ഞ് ന്യൂസ് 18നോട് പറഞ്ഞു. ഇതിനു മുൻപും കുട്ടിയെ രണ്ടാൻ അച്ഛൻ മർദ്ദിച്ചതിൽ പോലീസ് കേസെടുത്തിരുന്നു. മോന്റെ കഴുത്തിലും ഇവിടത്തേക്ക് പാടെ മുറിവ് എങ്ങനെ സംഭവിച്ചതാ? കഴുത്തിലെ പാടം കഴുത്തിന് കുത്തിപ്പിടിച്ചല്ലേ? ഈ ഇവിടുത്തെ പാടം എങ്ങനെ സംഭവിച്ചത് പറഞ്ഞേ? അമ്മയുടെ പേരെന്താ? ശശികല. ഈ കഴുത്തിലെ പാടം അമ്മൂമ്മയുടെ പേരെന്താ? ലീലാമ്മ. കഴുത്തിന് കുത്തിപ്പിടിച്ചോ? എന്ത് ചെയ്തു മോനെ? എങ്ങനെ എന്ത് പറ്റിയത്? ഈ അമ്മയും അമ്മൂമ്മയും എപ്പോഴും മോനെ തല്ലുവോ? എന്തിനാ തല്ലുന്നവരങ്ങനെ? വെറുതെ എന്ത് ചെയ്യും? അടിക്കുമല്ലേ? ആരൊക്കെ അടിക്കും? നമുക്ക് അവരുടെ അടുത്തൊക്കെ മോന് ഇഷ്ടമാണോ? വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം ചേരുകയാണ്. ശരണ്യ, ഞെട്ടിപ്പിക്കുന്ന ക്രൂരതയുടെ വാർത്തയാണ് ഈ പുറത്തു വരുന്നത്. സ്വന്തം അമ്മ ഇങ്ങനെ ഒരു കുഞ്ഞിനെ മർദ്ദിക്കുമോ എന്നൊക്കെ ഉള്ള ചോദ്യമാണ് നമുക്കെല്ലാം ഉള്ളിൽ അവശേഷിക്കുന്നത്. ഇതെങ്ങനെയാണ് പുറം ലോകത്തേക്ക് എത്തിയത്? കുഞ്ഞ് ആരോടാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്? ഇതിനു മുമ്പും ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. അതായത് കഴിഞ്ഞ മെയ് 24-നാണ് ചേർത്തല ഗവൺമെന്റ് LP സ്കൂളിലെ PTA വിഭാഗം നമ്മളെ ബന്ധപ്പെടുന്നത്. ആ ഘട്ടത്തിൽ രണ്ടാം അച്ഛൻ ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്നു എന്നുള്ള കാര്യമായിരുന്നു കുഞ്ഞ് PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ മുന്നിലേക്കും കൗൺസിലർമാരുടെ മുന്നിലേക്കും തുറന്നു പറഞ്ഞത്. 2 ചെകിട്ടത്തും അടിക്കുന്ന ഉൾപ്പെടെയുള്ള മർദ്ദന മുറകളെ കുറിച്ച് കുട്ടി അന്ന് പറഞ്ഞിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് രണ്ടാം അച്ഛനായ ജെയ്സനെ ചേർത്തല പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ജെയ്സൺ പിന്നീട് റിമാൻഡിലിരിക്കുന്ന മദ്യപാനിയായിരുന്നു, തികഞ്ഞ മദ്യപാനി. അയാൾ റിമാൻഡിലിരിക്കെ അന്ന് മരണപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ അമ്മയുടെ കൂടെയാണ് കുഞ്ഞ് ഉള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുഞ്ഞിനെ, അതായത് ഇവര് ലോട്ടറി വിൽപ്പനയ്ക്കായി പോകുന്ന ഘട്ടത്തില് കുഞ്ഞിനെ ചേർത്തല നഗരത്തിൽ തന്നെയുള്ള ഒരു കടയിൽ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ആ കടയിൽ നിൽക്കുന്ന സ്ത്രീയോടാണ് കുഞ്ഞ് ഈ വിവരങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. അതായത് കുഞ്ഞിന്റെ മുഖത്ത് നമ്മൾ കാണുമ്പോൾ മുഖത്ത് നീളത്തിൽ മുറിവേറ്റ പാടുണ്ട്. മുറിവ് അത് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ നീളത്തിൽ ഒരു മുറിവ് ഉണ്ട്. കഴുത്തിലും ആ മുറിവുകളുണ്ട്. അത് ഉണങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് സംബന്ധിച്ച് ആ കടയിലെ ജീവനക്കാർ ചോദിച്ചപ്പോഴാണ് കുഞ്ഞ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. 6 വയസ്സ് മാത്രം പ്രായമുള്ള ചേർത്തല LP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കുട്ടി അമ്മയുടെ കൂടെയും സുരക്ഷിതമല്ല എന്നുള്ള കാര്യം അങ്ങനെയാണ് പുറത്തു വരുന്നത്. അമ്മുമ്മയും അമ്മയും ചേർന്ന് ഉപദ്രവിച്ചു എന്നുള്ളതാണ് കുട്ടി വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ തന്നെ അമ്മുമ്മ കഴുത്ത് ഞെരിച്ചതിനെ തുടർന്ന് കുഞ്ഞിന്റെ കഴുത്തില് മുറിവേറ്റ പാടുകളുണ്ട്. അപ്പം അമ്മ മുഖത്ത് സ്കെയിൽ കൊണ്ട് അടിച്ചു എന്നുള്ളതാണ് കുട്ടി പറയുന്നത്. അത് മുഖത്തും സ്കെയിൽ കൊണ്ട് അടിച്ച് മുഖത്ത് ഒരഞ്ഞ കീറിയ പാട മുഖത്തുമുണ്ട്. ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഉൾപ്പെടെ സ്ഥലത്തെത്തുകയും കുട്ടി അവരെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അമ്മയോടൊപ്പം കുട്ടി പോകുന്നത് സുരക്ഷിതമല്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവർക്ക് ഈ രണ്ടാമത് ആൺസുഹൃത്തായി കൂടെ ഉണ്ടായിരുന്ന ജെയ്സണും ഈ കുട്ടിയെ മർദ്ദിച്ചിരുന്നു എന്നുള്ളത് നേരത്തെ നമ്മൾ പുറത്തു വിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അമ്മയുടെയും അമ്മുമ്മയുടെയും ക്രൂരമായ മർദ്ദനത്തിന്റെ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസും ഇടപെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ചൈൽഡ് ലൈൻ പ്രവർത്തകരെത്തി കുട്ടിയുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം രാത്രി 8 മണിയോടുകൂടി കുട്ടിയെ അവരുടെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ശരണ്യ സ്നേഹജനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.